ആരായി അപ്പുറത്തിരുന്ന് ഈ അതും ഇതും പറയുന്ന ആൾക്കാർ? ഇഷ്ടത്തോടു കൂടി ചെയ്താലാണത് ശരിക്കും നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു സംഭവമായിരിക്കും. നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അതിലൊരു അർത്ഥം ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് ചെയ്യുമ്പോൾ. അപ്പം അതൊന്നും നമ്മളിനി വലിയ വലിയ ആനക്കാര്യമായിട്ട് കണ്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? എനിക്കോ? ഹലോ, നമസ്കാരം. നമുക്ക് മുന്നിൽ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. തൻ്റെ അഭിനയം കൊണ്ടും നിലപാടുകൾ കൊണ്ടും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാന ഗസ്റ്റ് അഹാന ചേച്ചി. നമസ്കാരം. താങ്ക് യു. വെൽക്കം ടു ഓൺ ലൊക്കേഷൻ മീഡിയ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്കിപ്പം അഹാന എന്നുള്ള പേര് കേൾക്കുമ്പം ഇപ്പം ഞാൻ സ്റ്റീവ് ലോപ്പസിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ പോലും ലൂക്കയാണ് ഏറ്റവും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി ഈ അടുത്തിടങ്ങിയത് വെച്ച് ഏറ്റവും നല്ലൊരു ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ലൂക്കയിൽ. അപ്പം ലൂക്കയ്ക്ക് ശേഷം ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത് നല്ല കഥാപാത്രങ്ങൾ തേടി എത്താത്തത് കൊണ്ടാണ്. അതെ അതെ, നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സ്റ്റീവ് ലോപ്പസിൻ്റെ സമയം തന്നെ അന്ന് എനിക്ക് 18 വയസ്സായിരുന്നു. അന്നത്തെ ഇൻ്റർവ്യൂസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, അതായത് നല്ല ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ, നല്ല സിനിമകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്ക് സിനിമ ഇല്ല എന്നാരെങ്കിലും വിചാരിച്ചാലും കുഴപ്പമില്ല, ചെയ്യുന്നത് നല്ലതേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നിലേക്ക് അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് ഒന്നും സത്യത്തിൽ വന്നിട്ടില്ല. വന്നതിൽ നിന്ന് ഏറ്റവും നല്ല സംഭവങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ളത്. കാരണം സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്താലാണത് ശരിക്കും നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു സംഭവമായിരിക്കണ്ടേ. അപ്പോൾ എനിക്ക് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അതിലൊരു അർത്ഥം ഉണ്ടാവണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും. അപ്പം സിനിമയുടെ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. എന്തൊരു കാര്യം വരുമ്പോഴും ഞാനിത് ആലോചിക്കും, ഞാൻ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും ഗുണമുണ്ടോ, ഉണ്ടെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാപ്പ് വന്നിട്ടുള്ളത്. ഇപ്പം യൂട്യൂബ്, നമ്മളിപ്പോൾ യൂട്യൂബറാണ്, നല്ല രീതിയിൽ തന്നെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ ഒരു ആൽബം തോന്നൽ. അതെ, ഇപ്പോൾ ഒരു ആൽബം ഇപ്പോൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പം ഭാവിയിൽ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നതിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുള്ള പരിപാടി തന്നെയാണ്. ഇപ്പം നമുക്ക് ഒരു ഫിലിം മേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ മ്യൂസിക് വീഡിയോ ഇതെല്ലാം ഐഡിയലി ഫിലിം മേക്കിംഗ് ആണല്ലോ. ജസ്റ്റ് ദാറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഫോമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് അഭിനയം ഇഷ്ടമുള്ളതുപോലെ തന്നെ എനിക്ക് ഫിലിം മേക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു സിനിമയൊക്കെ ഒന്നല്ല, കുറച്ചധികം കഥകൾ പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു അർത്ഥമുള്ള ഐഡിയാസ് മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒരു സിനിമയായിട്ട് റെഡിയാക്കി എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഇന്ന ആളെ വെച്ച് ചെയ്താൽ കൊള്ളാം എന്നൊരു ഇതുണ്ടാവില്ല, ഇന്ന നടനെ അല്ലെങ്കിൽ ഇന്ന നടിയെ വെച്ച്. അങ്ങനെ ഇന്ന ആളില്ല. കാരണം ഏതൊരു സിനിമയും നല്ലതാവുന്നത് ഇന്നൊരാൾ വന്ന് അഭിനയിക്കുമ്പോഴല്ല, ആ ഇന്ന ആള് ആ കഥയ്ക്ക് അത്രയും യോജിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ എനിക്ക് നല്ലൊരു കഥ, ഐ ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് റിയലി ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് കം അപ്പ് വിത്ത് എ റിയലി ഗുഡ് സ്ക്രിപ്റ്റ് എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആ കഥയ്ക്ക് ഏറ്റവും യോജിക്കുന്നത് ആരാണോ അങ്ങനെ ഒരാൾ വരണം എന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഒരാളെ വെച്ച് ഡയറക്റ്റ് ചെയ്യാനൊന്നും എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തൻ്റെ നിലപാടുകൾ എപ്പോഴും വ്യക്തമാക്കാൻ ഒരു ഭയവുമില്ലാത്ത ഒരു നടിയാണ് അഹാന. ഇപ്പം നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോ അങ്ങനെയുള്ള ഒരു ഭയവും കൂടാതെ തനിക്ക് എന്താണോ പറയാനുള്ളത് എപ്പോഴും കറക്റ്റമായി രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും സൈബർ അറ്റാക്കുകളെല്ലാം ഒരുപാട് തവണയായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സൈബർ അറ്റാക്കുകളെ എങ്ങനെയാണ് നേരിട്ടത്? മെന്റലി എങ്ങനെയാണ് നേരിട്ടതെന്ന് വെച്ചാൽ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തില്ല, ഞാൻ അങ്ങനെയാണ് നേരിട്ടത്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളൊരു പരിധിക്കപ്പുറത്ത് ഇഫ് സംതിങ് ഗോസ് ഓവർ ബോർഡ് ഓഫ് കോഴ്സ് ലീഗലി നമുക്കൊരു പ്രശ്നം ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ തന്നെ ചിന്തിക്കണം, ഇത് നമ്മളതുകൊണ്ട് എഫക്റ്റഡ് ആകണോ? ആരായി അപ്പുറത്തിരുന്ന് ഈ അതും ഇതും പറയുന്ന ആൾക്കാർ? നമ്മൾ വളരെയധികം വില കൽപ്പിച്ച് നമ്മളധികം ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത, സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോലും വന്ന് കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാത്ത ഏതോ കുറച്ച് ആൾക്കാർ. ആ ആൾക്കാരാകണോ നമ്മുടെ മനസ്സമാധാനം പോകാനുള്ള കാരണം എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പം ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു സൈബർ ബുള്ളിങ് ഒക്കെ അതിൻ്റെ ഒരു ഫാഷൻ, അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ മോശമായിട്ടൊരു കമൻറ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ അവരെ വിമർശിച്ചുകൊണ്ട് 10 കമൻറ്റുകൾ ഇടാൻ ഇന്ന് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു സൈബർ സ്പേസിൽ ജസ്റ്റ് ഒരു ഫോൺ സ്ക്രീനിൻ്റെ പുറകിലിരുന്ന് ഡയലോഗ് അടിക്കുന്നതൊക്കെ വെറും ജീപ്പ് കാര്യമാണെന്നുള്ളത് ഇന്ന് നമ്മുടെ ആൾക്കാർക്കൊക്കെ നല്ല ധാരണയുണ്ട്.
അപ്പം അതൊന്നും നമ്മളിനി വലിയ വലിയ ആനക്കാര്യമായിട്ട് കണ്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതും ഇതും പറയും, ഒരാഴ്ച പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും, അവരടുത്ത കാര്യത്തിലേക്ക് പോകും. ഇപ്പം നമുക്ക് ഇപ്പം ഈ നിലപാടുകൾ രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ നമുക്കിപ്പം അഭിനയത്തിലായാലും ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും അപ്പം അഹാനയുടെ പേരുമായി ബന്ധപ്പെട്ട് ഭ്രമം പോലൊരു പടത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ഒരു പല വാർത്തകളും വന്നിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സത്യാവസ്ഥകളുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് അന്നേ ഞാൻ റിയാക്ട് ചെയ്തില്ല. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ ഒത്തിരി നിലപാടുകളൊന്നും സത്യം പറഞ്ഞാൽ വന്ന് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വേണ്ടടുത്തും വേണ്ടാത്തടുത്തും കയറി അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഞാൻ. ആക്ച്വലി ഞാനൊരു സ്ഥലത്തൊരു അഭിപ്രായം പറയുന്നത് കൊണ്ട് ഇറ്റ് റിയലി മേക്സ് എ ഡിഫറൻസ് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ സത്യം പറഞ്ഞ അഭിപ്രായങ്ങൾ ഓൺ എ പബ്ലിക് ഫോറം പറയാറുള്ളൂ. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് അവിടെ ഇപ്പോൾ ഇച്ചിരി എനിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പം ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതെൻ്റെ എന്താ പറയുക മനസ്സമാധാനത്തിനെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഏതോ ഒരിക്കലും നിലപാട് പറഞ്ഞത് കാരണം സിനിമ അവസരം നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആരെങ്കിലും ഒരാളൊരു നിലപാട് പറയുന്നത് ഒരിക്കലും ഒരാളെ ഒരു സിനിമയിൽ വെക്കുന്നതിനോ വെക്കാതിരിക്കുന്നതിൻ്റെയോ മാനദണ്ഡം അല്ലല്ലോ, അല്ല. ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. അപ്പം അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അത് അവർക്കേ അറിയത്തുള്ളൂ. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹവും. കാരണം അങ്ങനെ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ആക്ച്വലി. ഇപ്പോൾ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പുതിയ ഏതെങ്കിലും യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ബക്കറ്റ് ലിസ്റ്റിൽ? നമ്മൾ ആക്ച്വലി ഫാമിലിയായിട്ട് യൂറോപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡ് കാണണം എന്നുള്ളത്. അപ്പം അത് അങ്ങനെ അമ്മ പറഞ്ഞു അത് എൻ്റെ ആഗ്രഹമായി. ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് വർക്ക് ചെയ്തിരുന്നത്, ജനീവയിൽ. Really? Oh, that's nice. So we're going to Switzerland. Okay. I mean Europe. അപ്പം തിരിച്ച് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വളരെ കൂളായിട്ടാണ് ഇപ്പം അച്ഛൻ ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പല ഇൻ്റർവ്യൂകളിലും മക്കളുടെ ഫ്രീഡം നല്ല രീതിയിൽ തരുന്ന ഒരു പേരൻ്റാണ്. അപ്പം അച്ഛൻ്റെ നിലപാടുകൾ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായും. അപ്പം എത്തരത്തിലാണ് ഒരു ഏറ്റവും വലിയ പോസിറ്റിവിറ്റി, അച്ഛൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്നാണ്? കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയണമെങ്കിൽ പുള്ളി കോൺസ്റ്റൻ്റ്ലി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് നമ്മളൊരു പരിപാടിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, അത് നടന്നില്ല, അതിൽ ലെറ്റ് ഡൗൺ ആവുന്നതിന് പകരം വാട്ട് നെക്സ്റ്റ് എന്ന് നോക്കി അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് പുള്ളിക്കുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ഓൾസോ ലൈക്ക് ടു ഹാവ് ദറ്റ് സ്കിൽ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടോ? എനിക്കോ? ഇല്ല, അറ്റ് ദിസ് പോയിന്റ് നോ. ഞാൻ ഒട്ടും ഫോളോ ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ല ആക്ച്വലി. നോ ഇൻട്രസ്റ്റ് അറ്റ് ദിസ് പോയിന്റ്. ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ നടന്മാരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നടന്മാരിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അപ്പം ഷൈൻ ടോം ചാക്കോ ആയിട്ടുള്ള പെയർ സീൻസ്, അപ്പം ഷൈൻ ടോം ചാക്കോ ആയിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം എത്രത്തോളം കംഫർട്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്പേസ് തരാൻ കഴിഞ്ഞിട്ടുണ്ട്? പുള്ളി നല്ലൊരു നടനാണ്. നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാനും വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു. കാരണം വളരെ ഇൻവോൾവ് ആയിട്ട് വളരെ കാര്യപ്രാപ്തിയോടുകൂടി ആ കഥാപാത്രത്തെ വളരെയധികം മനസ്സിലാക്കി. പുള്ളിയുടെ കഥാപാത്രം മാത്രമല്ല മറ്റുള്ളവരുടെ കഥാപാത്രത്തിനെയും മനസ്സിലാക്കി. പുള്ളി നന്നായി പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരാളും പെർഫോം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറായിരുന്നു ഈ പടം ചെയ്യുന്ന സമയത്ത്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പം അത് നമ്മുടെ പെർഫോമൻസും ഡെഫിനറ്റ്ലി അതിൽ ബെറ്റർ ആകും അല്ലോ. അപ്പം അങ്ങനെ പുള്ളി നല്ല വൈബിൽ നിന്നതുകൊണ്ട് അത് എൻ്റെ പെർഫോമൻസിനെയും ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലതായിരുന്നു പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ. ലിക്കേഴ്സ് മീഡിയയ്ക്ക് സമയം തന്നതിൽ വളരെ നന്ദി. താങ്ക് യു ഫോർ ഡൂയിങ് മൈ ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്.